നിന്റെ തലമുറ നിന്നെ പഴിക്കും. എൻ്റെ പിതാവിനെ, എൻ്റെ മാതാവിനെ പഴിക്കുന്ന തലമുറ, അതല്ലെങ്കിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും ശപിക്കേണ്ടതായി വരുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെന്ന് പ്രഭാഷകൻ നമ്മെ സൂചിപ്പിക്കുകയാണ്. പ്രഭാഷകൻ നമ്മെ ചിന്തിപ്പിക്കുന്നത്, അതുകൊണ്ട് നീ നന്മയിൽ വളരുക. നന്മ ചെയ്യാൻ സാധിക്കുന്ന നന്മകളിലൊക്കെ നീ വളരുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തിന് പ്രീതികരമായി നിന്റെ ജീവിതം അനുഭവപ്പെടും. അതുകൊണ്ട് നീ ദേവാലയത്തിൽ വരണമെന്ന്, നിന്റെ മകനോട് ദേവാലയത്തിൽ വരണമെന്ന്, മകളോട് ദേവാലയത്തിൽ വരണമെന്ന്, കുടുംബസമേതം ദേവാലയത്തിൽ വരണമെന്ന് പറയാൻ ഒരു കാരണം, നന്മയിൽ വളരാൻ ഭക്തി അഭ്യസിക്കണം. ഭക്തി ലഭിക്കുന്നത് ദൈവാലയത്തിൽ നിന്നുമാണ്, ദൈവികമായ ചിന്തയിൽ നിന്നാണ്, ദൈവ സാന്നിധ്യ ബോധത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഭക്തി അഭ്യസിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ, കിടന്നുറങ്ങുന്ന ഭവനത്തിലോ, നിങ്ങളായിരിക്കുന്ന മറ്റു പല സ്ഥലങ്ങളിൽ നിന്നോ ഒന്നും ഭക്തി അഭ്യസിക്കാൻ സാധിക്കണമെന്നില്ല. സന്ധ്യാപ്രാർത്ഥന പോലും ഒരു വഴിപാട് പോലെ നടത്തുന്ന ഒരു പ്രകൃതമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലുള്ളത്. ആർക്കോ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആരെയോ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സമയം കഴിഞ്ഞു കൂടണമെങ്കിൽ സന്ധ്യാപ്രാർത്ഥന അനിവാര്യമാണ് എന്നുള്ള ഒരു ബോധ്യം പലരും പറയുന്നത് കൊണ്ട് ഞാൻ സന്ധ്യാപ്രാർത്ഥന നടത്തുന്നു, അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഭക്തി അഭ്യസിക്കാൻ തുച്ഛമായ സമയവും ക്രമീകരണങ്ങളുമേ നമുക്ക് ഭവനത്തിലും നമ്മുടെ സൗഹൃദ